Hi students. ഞാൻ ട്രെല്ലിസ് ഡയഗ്രവും അതിൻ്റെ ചേർന്ന് വരുന്ന വിറ്റർബി ഡീകോഡിങ്ങുമാണ് പറയാൻ പോകുന്നത്. അപ്പം നമ്മൾ ഓൾറെഡി 5th മോഡിൽ പഠിക്കുന്നത് കൺവല്യൂഷണൽ കോഡ്സ് ആണ്. കൺവല്യൂഷണൽ കോഡ്സിൽ തന്നെ നമുക്ക് പല രീതിയിൽ എൻകോഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കറിയാം ഓൾറെഡി ട്രാൻസ്ഫോം ഡൊമെയിൻ ചെയ്യാം, പോളിനോമിയൽ, അതായത് ട്രാൻസ്ഫോം ഡൊമെയിൻ എന്ന് പറഞ്ഞാൽ പോളിനോമിയൽ ടൈം ഡൊമെയിനിൽ ചെയ്യാം, പിന്നെ മെട്രിക്സ് ഫോമിൽ ചെയ്യാൻ പറ്റും. ഇതല്ലാതെ സ്റ്റേറ്റ് ഡയഗ്രാം എഴുതി സ്റ്റേറ്റ് ട്രീ വരെ ചെയ്യാം. അല്ലെങ്കിൽ നമ്മൾ ലാസ്റ്റ് ഓപ്ഷനായിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നതാണ് ട്രെല്ലിസ് ഡയഗ്രാം. ഓക്കെ, എനിക്ക് ചുമയാണ്, അതുകൊണ്ട് സൗണ്ട് ക്ലിയർ അല്ലെങ്കിൽ തൽക്കാലം ക്ഷമിക്കാം. അപ്പോൾ ട്രെല്ലിസ് ഡയഗ്രാം ഓൾറെഡി ക്ലാസ്സിലെടുത്തതാണ്. അപ്പോൾ ട്രെല്ലിസ് ഡയഗ്രത്തിൽ നമ്മൾ സ്റ്റേറ്റ് ഡയഗ്രാം വരയ്ക്കും, അല്ലെങ്കിൽ സ്റ്റേറ്റ് ടേബിൾ വരയ്ക്കും. ആ സ്റ്റേറ്റ് ടേബിൾ എന്ന് പറയുന്നത് ഒരു പർട്ടിക്കുലർ സ്റ്റേറ്റ്, ഇപ്പോൾ നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് 2, 1, 2 എന്ന് പറയുന്ന കൺവല്യൂഷണൽ എൻകോഡറാണ്. അതായത് 2 എന്ന് പറയുന്നത് N, K, M ആണ്. അപ്പോൾ N എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഔട്ട്പുട്ട് ബിറ്റ്സ് കമ്മിങ് അറ്റ് ദ സെയിം ടൈം. K എന്ന് പറയുന്നത് എത്ര ഇൻപുട്ട് ബിറ്റ് നമ്മൾ ഒരേ സമയത്ത് കൊടുക്കുന്നു എന്നുള്ളതാണ്. M എന്നുള്ളത് എത്ര രജിസ്റ്റേഴ്സ് ഉണ്ട് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ 2 രജിസ്റ്ററും ഒരു ബിറ്റ് ഇൻപുട്ടായിട്ടും 2 ബിറ്റ് അറ്റ് എ ടൈം ഔട്ട്പുട്ടായിട്ടും നമ്മൾ എടുക്കുന്നുണ്ട്. ഇതിൻ്റെ എക്സാമ്പിൾസ് ക്ലാസ്സിൽ ചെയ്യിച്ചിട്ടുണ്ട്. പ്രോബ്ലംസ് നോക്കുക, ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ പറഞ്ഞുതരാം. അപ്പോൾ അതേ പ്രോബ്ലത്തിൻ്റെ തന്നെ ട്രെല്ലിസ് ഡയഗ്രമാണ് ഇവിടെ വരച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് 2 രജിസ്റ്റർ ഉള്ളതുകൊണ്ട് മൊത്തം 4 സ്റ്റേറ്റ് പോസിബിളാണ്. S0, S1, S2, S3. അതായത് 00, 01, 10, 11. ഓക്കെ, ഈ ഓരോ സ്റ്റേറ്റിലും നമ്മൾ ഇൻപുട്ട് കൊടുക്കുമ്പോൾ, അതായത് ഇൻപുട്ട് 2 വരാം, 0 വരാം, 1 വരാം. അപ്പോൾ 0 കൊടുക്കുമ്പോൾ ഏതിലോട്ട് പോവും, 1 കൊടുക്കുമ്പോൾ ഏതിലോട്ട് പോവും. ഇതാണ് നമ്മൾ സ്റ്റേറ്റ് ടേബിൾ വഴി കണ്ടുപിടിക്കുന്നത്. ആ കണ്ടുപിടിക്കുന്നതിനെ തന്നെയാണ് നമ്മളിവിടെ ട്രെല്ലിസ് ഡയഗ്രാം എന്ന് പറയുന്ന ഈ ഒരു ഫോമിൽ റെപ്രസെൻ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റും, S0 എന്നുള്ളത് 0 വരുവാണെങ്കിൽ വീണ്ടും S0 തന്നെയാണ് പോകുന്നത്. 1 വരുവാണെങ്കിൽ അത് S1 പോകുന്നത്. ഓക്കെ, എങ്ങനെ 0യും 1 ഐഡൻറ്റിഫൈ ചെയ്യുന്നത്? 0 എന്ന് പറയുന്നത് നമ്മൾ സ്ട്രെയിറ്റ് ലൈനും 1 എന്ന് പറയുന്നത് ഡോട്ടഡ് ലൈനുമായിട്ടാണ് നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഇതൊക്കെ ഞാൻ ക്ലാസ്സിൽ എടുത്താണ്, എന്നാലും ഒന്നുകൂടെ റിഫ്രഷ് ചെയ്യാൻ പറയുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ നമ്മളിത് ഓരോ ഇതിലും മാർക്ക് ചെയ്യുന്നുണ്ട്. ഇനി എത്ര കോളംസ് മാർക്ക് ചെയ്യണം? ഇത് 1 ആണ്. ഓക്കെ, 2, 3, 4, 5, 6, 7. അങ്ങനെ 7 സെക്ഷൻസ് നമുക്ക് ഉണ്ടായിരിക്കണം. ഓക്കെ, അതായത് 0 to 7 അങ്ങനെ മാർക്ക് ചെയ്താൽ മതി. 7 സെക്ഷൻസ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് L+M ആണ്. L എന്ന് പറയുന്നത് നമ്മുടെ നമ്പർ ഓഫ് ബിറ്റ്സിൻ്റെ ഇൻപുട്ട്. ഈ ഇവിടെ ഇൻപുട്ട് തന്നിട്ടുണ്ടാവുക, ഫോർ എക്സാമ്പിൾ 10111 ആണെങ്കിൽ 5 ബിറ്റ് ഉണ്ട്. അപ്പോൾ 5 + 2 രജിസ്റ്റർ ഉണ്ട്, 2, so 7. ഈ 7 ആണ് നമുക്കിവിടെ വരുന്നത്. ഓക്കെ, അപ്പോൾ 7 ബിറ്റ്സ് നമ്മൾ മാർക്ക് ചെയ്തു, 7 സെക്ഷൻസ് മാർക്ക് ചെയ്തു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്, നിങ്ങൾക്കൊരു ഇൻപുട്ട് വരുവാണെങ്കിൽ 41011 ആണെങ്കിൽ ആദ്യം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന എപ്പോഴും S0 എന്നായിരിക്കും. S0യിൽ 1 വരുമ്പോൾ S0യിൽ 1 വരുമ്പോൾ ഇതായിരിക്കും വരുന്നത്. ഇപ്പോൾ ഇവിടെ 1 വന്നു. ഇനി അടുത്തത് 10 ആണ്. ഇവിടുന്ന് 0 എന്ന് പറയുമ്പോൾ വീണ്ടും ഡോട്ടഡ് ലൈൻ അല്ല, 0 എന്ന് പറയുമ്പോൾ സ്ട്രെയിറ്റ് ഡോട്ടില്ലാത്ത ലൈൻസ് എടുക്കേണ്ടത്. ഇത് 0 വന്നു. ഇനി അടുത്തത് 3 1 ആണ്. അപ്പോൾ ഡോട്ടഡ് ലൈൻസ് എടുക്കുക. ഇവിടുന്ന് ഡോട്ടഡ് ലൈൻസ് എന്ന് പറയുമ്പോൾ ഈ പാത്താണ് നമ്മൾ എടുക്കുന്നത്. ഓക്കെ, സോ ദാറ്റ് ഈസ് 1. ഇവിടെ നിന്ന് ഡോട്ടഡ് ലൈൻ എന്ന് പറയുമ്പോൾ ഈ പാത്തായിരിക്കും. അപ്പോൾ 1 എടുത്തു, അതായത് ഈ ഔട്ട്പുട്ടാണ് വരുന്നത്. ഇനി ഇവിടെ നിന്ന് ഡോട്ടഡ് ലൈൻസ് എന്ന് പറഞ്ഞാൽ താഴെ തന്നെ ആയിരിക്കും, 1 വരും. ഓക്കെ, ഇത് 10111 എടുത്തു. ഇനി നമ്മൾ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അടുത്ത ലാസ്റ്റ് 2 ഇൻപുട്ട് എന്ന് പറയുന്നത് 2 ബോക്സ് കൂടെ കവർ ചെയ്യണം. അതിൻ്റെ കറസ്പോണ്ടിങ് ഇൻപുട്ട് എന്ന് പറയുന്നത് എപ്പോഴും 0, 0 ആയിരിക്കും. എത്ര 0 വേണം എന്നുള്ളത് ഡിപ്പെൻഡ്സ് ഓൺ വാല്യൂ ഓഫ് M. എമ്മിൻ്റെ വാല്യൂ 2 രജിസ്റ്റർ ആയതുകൊണ്ട്
2 സീറോ, എമ്മിൻ്റെ വാല്യൂ 3 ആണെങ്കിൽ 3 രജിസ്റ്റർ ആഡ് ചെയ്യണം. ഓക്കെ, അല്ല 3 സീറോ ആഡ് ചെയ്യണം. അപ്പോൾ ഈ നമ്മളിപ്പോൾ എത്തി നിൽക്കുന്ന ഈ 5ാമത്തെ പോയിന്റിലാണ്. ഇവിടെ നിന്ന് 3 ഒരു സീറോ ആഡ് ചെയ്യും. സീറോ എന്ന് പറഞ്ഞാൽ ഡോട്ടഡ് ലൈനല്ല, സാധാരണ സ്ട്രേറ്റ് ലൈനാണ്. അപ്പോൾ നോർമൽ ഡാഷ് ലൈനാണ്, നോർമൽ ലൈനാണ്. അപ്പോൾ ഇവിടെ നിന്ന് സീറോ വരും. ഇവിടെ നിന്ന് വീണ്ടും ഈ പോയിന്റിലെത്തി, ഈ പോയിന്റിൽ നിന്ന് വീണ്ടും സീറോ വന്നു, നമ്മളിവിടെ എത്തും. ഓക്കെ, ഇനി ഓരോ പാത്തിലെ ഔട്ട്പുട്ട് നമുക്ക് മാർക്ക് ചെയ്യുകയാണെങ്കിൽ, ഇതിൻ്റെ ഔട്ട്പുട്ട് 1 1 ആണ്. ഈ പാത്തിലെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 1 0 ആണ്. ഈ പാത്തിലെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 0 0 ആണ്. ഈ പാത്തിലെ ഔട്ട്പുട്ട് 1 0 ആണ്. ഒരു മിനിറ്റ്, അല്ല ഇതല്ല, സോറി, 0 1 ആണ്. 0 1 ഈ പാത്തിലെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 1 0 ആണ്. 5 എത്തി ഇങ്ങോട്ട് പോകുമ്പോൾ ഔട്ട്പുട്ട് 0 1. ഇവിടെ നിന്ന് വീണ്ടും 0 ആകുമ്പോൾ ഔട്ട്പുട്ട് 1 1. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ സീക്വൻസ് ആയിട്ട് നമ്മൾ എഴുതുമ്പോൾ നമുക്കിങ്ങനെ എഴുതാം: 1 1, 1 0, 0 0, 0 1, 1 0, 0 1, 1 1. ഇതായിരിക്കും നിങ്ങളുടെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. ഓക്കെ, വി എന്ന് പറയുന്ന ഔട്ട്പുട്ട് ഇതായിരിക്കും. ഇവിടെയുണ്ട്, ഇവിടെ ഇൻപുട്ട് എടുത്തിരിക്കുന്നത് 1 0 0 1 1 ആയതുകൊണ്ടാണ് ഔട്ട്പുട്ട് മാറുന്നത്. ഞാൻ അടുത്ത 1 0 0 1 0 1 1 1നുള്ള ഔട്ട്പുട്ടാണ് ഇതായിരിക്കുന്നത് കേട്ടോ. 1 0 0 1നുള്ള 1 0 0 1 1നുള്ള ഔട്ട്പുട്ട് ഇതായിരിക്കും. ഇത് നിങ്ങളിങ്ങനെ വരച്ചിട്ട് ആ ഔട്ട്പുട്ടിൻ്റെ പാത്ത് മാത്രം ഒന്നുകൂടെ റീഡ്രോ ചെയ്യണം കേട്ടോ. 14 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ അത് ചെയ്യാം. ഇതാണ് വിറ്റർബി ഇതാണ് ടെല്ലീസ് ഡയഗ്രം എന്ന് പറയുന്നത്. ഇതിപ്പോൾ നമ്മുടെ എൻകോഡിംഗ് ആണ്. നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യേണ്ട ഔട്ട്പുട്ടാണ് ഇവിടെ കണ്ടുപിടിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് റിസീവറിലെ സെക്ഷനാണ് പറയേണ്ടത്. അത് ഞാൻ എടുത്തില്ലായിരുന്നു. അത് ഇത്രയും നിങ്ങൾക്ക് പഠിച്ച ശേഷം മാത്രമേ ഡീകോഡിങ് നോക്കാവുള്ളൂ. എന്നാലേ നിങ്ങൾക്ക് അതിൻ്റെ പാത്ത് മനസ്സിലാവത്തുള്ളൂ. നിങ്ങളോട് ശ്രദ്ധിക്കുക, നമ്മളിപ്പോൾ ട്രാൻസ്മിറ്റ് ചെയ്യേണ്ട ഈ വി ആണ് ഇവിടെ കണ്ടുപിടിച്ചത്. അപ്പോൾ ഇത് എൻകോഡിംഗ് ആണ് കേട്ടോ, എൻകോഡിംഗ് ആണ്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഡീകോഡിംഗ് പാർട്ടാണ്. അപ്പോൾ നമുക്ക് ഇതുപോലൊരു വി നമുക്ക് റിസീവ് ചെയ്യും. ഓക്കെ, ഇതുപോലെ ഒരു വി നമുക്ക് റിസീവ് ചെയ്യും. ഓക്കെ, ഈ പ്രോബ്ലം ഇവിടെ ഉണ്ട്. റിസീവ്ഡ് കോഡ് വെക്റ്റർ 6 എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്. അത് 8.15 എന്നുള്ള ഒരു ഫിഗറിനെ നമ്മളിപ്പോൾ ചെയ്ത 2.212 എന്ന് പറയുന്ന കോൺഫിഗറേഷൻ്റെ ഒരു റിസീവ്ഡ് വെക്റ്ററാണ്. അപ്പോൾ ഇതിന് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ റിസീവ്ഡ് വെക്റ്ററിന് കറസ്പോണ്ടിങ് യു എന്താണെന്ന് കണ്ടുപിടിക്കണം, മെസ്സേജ് വെക്റ്റർ കണ്ടുപിടിക്കണം. പക്ഷെ പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് തെറ്റാണോ, എറർ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. നമ്മൾ എല്ലാ കോഡിങ്ങിലും നമ്മൾ ആദ്യം ചെയ്യുന്ന പ്രോസസ്സ് എന്ന് പറയുന്നത് എറർ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ എറർ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ ആദ്യം കണ്ടുപിടിക്കണം അല്ലേ. അപ്പോൾ അത് കണ്ടുപിടിക്കാനും നമ്മൾ ട്രെല്ലീസ് ഡയഗ്രം തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് ശരിക്കും ഈ ടെക്സ്റ്റ് വായിക്കുമ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഇവർ പറയുന്നിരിക്കുന്നത് കളേർഡ് ലൈൻ എന്നാണ് പറയുന്നത്. പക്ഷേ നമുക്ക് ഈ ടെക്സ്റ്റ് ബുക്ക് കിട്ടിയിരിക്കുന്നത് ബ്ലാക്ക് ആൻഡ് വൈറ്റേ ഉള്ളൂ. അതുകൊണ്ട് തൽക്കാലം ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ഇതിൻ്റെ ഇവിടെ സ്റ്റെപ്സ് പറയുന്നുണ്ട്, 1 2 3, സ്റ്റെപ്പ് 1, സ്റ്റെപ്പ് 2, സ്റ്റെപ്പ് 3. ഇത് പഠിച്ചു വെക്കണം. കഴിഞ്ഞ പ്രാവശ്യം എക്സ്പ്ലെയിൻ ദ വിറ്റർബി ഡീകോഡിങ് യൂസിങ് ആൻ എക്സാമ്പിളാണ് ചോദിച്ചത്. അപ്പോൾ സ്റ്റെപ്സ് എഴുതിയിട്ട് വേണം. സ്റ്റെപ്സ് ഇത് തന്നെ എഴുതണമെന്നൊന്നുമില്ല, നിങ്ങളുടെ ലാംഗ്വേജിൽ എഴുതിയാൽ മതി. പക്ഷേ കൺസെപ്റ്റ് ഇത് തന്നെ ആയിരിക്കണം. പക്ഷേ എങ്ങനെയാണ് ചെയ്യുന്നുള്ള വഴി നിങ്ങൾ സ്റ്റെപ്പ് 1, സ്റ്റെപ്പ് 2, സ്റ്റെപ്പ് 3 എന്നങ്ങ് ഇരിക്കാൻ മതി. അപ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുക, ഇവിടെയും നമ്മൾ ജെ എന്ന് പറയുന്നത് j = 0 to 7 വരെ മാർക്ക് ചെയ്യണം. 7 എങ്ങനെ കിട്ടുന്നത്? L+M. ഓക്കെ, 7 മാർക്ക് ചെയ്തു. വിറ്റർബി നമ്മൾ റിസീവ് ചെയ്യുന്നത് ഓരോ ബ്ലോക്കിലും ഓരോന്നായിട്ട് കൊടുത്തു. ഓക്കെ, ഇത്രയും നമ്മൾ ആദ്യം വരയ്ക്കും. ഇനി നമ്മൾ ഇത്ര എഴുതിയിട്ട് നമ്മളെപ്പോഴും ചെയ്യേണ്ടത്
ആദ്യത്തെ രണ്ട് സ്റ്റേറ്റ് ജെ ഈക്വൽ ടു, അതായത് ജെ ഈക്വൽ ടു എം വരുന്ന രണ്ട് സ്റ്റേറ്റ് എല്ലാ പോസിബിലിറ്റിയും വരയ്ക്കുക. ഓക്കെ, എല്ലാ പോസിബിലിറ്റി എന്ന് പറഞ്ഞാൽ എപ്പോഴും നമ്മുടെ സ്റ്റാർട്ടിങ് സ്റ്റേറ്റ് എന്തായിരിക്കും? S0 ആയിരിക്കും. അപ്പോൾ ഇവിടെ S0 സ്റ്റാർട്ട് ചെയ്യത്തുള്ളൂ. S1 സ്റ്റാർട്ട് ചെയ്യത്തില്ല, S2 സ്റ്റാർട്ട് ചെയ്യത്തില്ല, S3 സ്റ്റാർട്ട് ചെയ്യത്തില്ല. എപ്പോഴും സ്റ്റാർട്ട് ചെയ്യുന്നത് S0 എന്നായിരിക്കും. അപ്പോൾ S0 നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ രണ്ട് പോസിബിളേ ഉള്ളൂ. ഒന്നെങ്കിൽ 0 വരാം, അല്ലെങ്കിൽ 1 വരാം. 0 വരുവാണെങ്കിൽ അത് വീണ്ടും S0 തന്നെ പോവും വിത്ത് ഔട്ട്പുട്ട് 0. S1 വരുവാണെങ്കിൽ അത് എങ്ങോട്ട് പോവും? S1 പോവും വിത്ത് ഔട്ട്പുട്ട് 1 അല്ലേ? അപ്പോൾ ഇതിൻ്റെ പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് റിസീവ് ചെയ്തിരിക്കുന്ന ഇൻപുട്ട് റിസീവ് ചെയ്യുന്ന കോമ്പിനേഷൻ എന്ന് പറയുന്നത് 0-1 എന്ന് പറയുന്നൊരു കോമ്പിനേഷനാണ്. പക്ഷേ ഈ 0-1 രണ്ടിലും വരുന്നില്ല അല്ലേ? അപ്പോൾ ദാറ്റ് മീൻസ് ആ ഒരു കോമ്പിനേഷനിൽ എവിടെയോ എറർ ഉണ്ട്. ഒന്നെങ്കിൽ അത് 0 ആയിരിക്കും, അല്ലെങ്കിൽ അത് 1 ആയിരിക്കും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് സെക്ഷൻ കംപ്ലീറ്റ് വരയ്ക്കുക. അതായത് ഇത് സെക്ഷൻ 1, ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഇത് സെക്ഷൻ 1, ഇത് സെക്ഷൻ 2. ഈ രണ്ട് സെക്ഷൻ, അതായത് ജെ ഈക്വൽ ടു എം, എമ്മിൻ്റെ വാല്യൂ എത്രയാണോ അത്രയും സെക്ഷൻസ് ആദ്യം എറർ ഉണ്ടോ എന്ന് നോക്കുകയൊന്നും വേണ്ട, എല്ലാ പോസിബിൾ കോമ്പിനേഷനും വരയ്ക്കുക. അപ്പോൾ ഇവിടെ നോക്കുക, ഇവിടെ എന്തായാലും നമ്മൾ S0 സ്റ്റാർട്ട് ചെയ്യത്തുള്ളൂ. അപ്പോൾ ആകെയുള്ള കോമ്പിനേഷൻ പോസിബിലിറ്റീസ് എന്ന് പറയുന്നത് ഒന്നെങ്കിൽ S0 തന്നെ പോവും, അല്ലെങ്കിൽ S1 പോവും. S1, S2, S3 നമുക്ക് എടുക്കേണ്ട ആവശ്യമില്ല. ഇനി ജെ ഈക്വൽ ടു 1 എന്ന് പറഞ്ഞ പോയിൻ്റ് എത്തുമ്പോൾ രണ്ട് പോസിബിലിറ്റീസ് ഉണ്ട്. അതായത് S0 വരാം, അല്ലെങ്കിൽ S1 വരാം. S0 വീണ്ടും 0 വരാം, 1 വരാം. അപ്പോൾ വീണ്ടും അത് എങ്ങോട്ട് പോവും? S0 പോവും, അല്ലെങ്കിൽ S1 പോവും അല്ലേ? ഇനി നമുക്ക് S1 നമ്മൾ ഇരിക്കുന്നതെങ്കിൽ എഗെയിൻ 0 വരാം, 1 വരാം. 0 വരുമ്പോൾ അത് S2 പോവും, അല്ലെങ്കിൽ 1 വരുവാണെങ്കിൽ അത് S3 പോവും. ഓക്കെ, അപ്പോൾ ഈ 4 പോസിബിലിറ്റിയാണ് നമുക്ക് അടുത്ത രണ്ടാമത്തെ സെക്ഷനിലുള്ളത്. ഇത് രണ്ടും ആദ്യം വരയ്ക്കാം. എമ്മിൻ്റെ വാല്യൂ 3 ആണെങ്കിൽ നമ്മൾ 3 വരയ്ക്കണം. ഓക്കെ, 3 ചോദിക്കാൻ ചാൻസ് കുറവാണ്, 2 ചോദിക്കാൻ വഴിയുള്ളൂ. എന്നാലും നോക്കാം. ഓക്കെ, ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഈ ഓരോ പാത്തിലും, ഇപ്പം ഇതിൽ എത്ര പാത്ത് പോസിബിളാണ്? ഒന്ന്, ഇപ്പം ഞാൻ പെൻസിൽ കൊണ്ട് വരയ്ക്കാം. ഒന്ന് ഈ 0 കൂടെ ഇങ്ങനെ വരാം, ഇല്ലെങ്കിൽ ഈ 0 നേരെ താഴോട്ട് വരാം, അല്ലെങ്കിൽ ഇവിടെ വന്ന് ഇങ്ങോട്ട് വരാം, അല്ലെങ്കിൽ ഇവിടെ വന്ന് ഇങ്ങോട്ട് വരാം. ഓക്കെ, അപ്പോൾ ഈ 4 പാത്ത് പോസിബിളാണ് അല്ലേ? മനസ്സിലായോ? അപ്പോൾ ഈ 4 പാത്തിലും ഉള്ള എറർ എത്രയുണ്ട് എന്നുള്ളത് ആഡ് ചെയ്ത് എഴുതണം. ഓക്കെ, ഇപ്പം എറർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയാം. ഇപ്പോൾ ഇവിടെ നമ്മുടെ ഇൻപുട്ട് 0, നമ്മൾക്ക് റിസീവ് ചെയ്ത സിഗ്നൽ 0-1 ആണ്. ഓക്കെ, പക്ഷേ ആക്ച്വലി നമുക്ക് എന്തായിരിക്കും? ഫസ്റ്റ് പാത്തിൽ എടുക്കുവാണെങ്കിൽ 0 ആണ്. അപ്പോൾ അവിടെ ഒരു എറർ ചേഞ്ച് വന്നു അല്ലേ? രണ്ടാമത്തെ കേസിൽ നമ്മൾ റിസീവ് ചെയ്തിരിക്കുന്നത് 10 ആണ്. പക്ഷേ നമുക്ക് വീണ്ടും 0 ആയതുകൊണ്ട് വീണ്ടും ഒരു എറർ ഉണ്ട്. അപ്പോൾ ടോട്ടൽ എത്ര എറർ ചേഞ്ച് വരും? നമുക്ക് 2 എറർ ചേഞ്ച് വരും. മനസ്സിലായോ? ആ 2 എന്നുള്ള നമ്പറാണ് നമ്മളിവിടെ എഴുതുന്നത്. ഈ രണ്ടാമത്തെ പാത്ത് നോക്കിക്കേ. രണ്ടാമത്തെ പാത്തിലും ഫസ്റ്റ് പാത്ത് എന്ന് പറയുന്നത് 0 ആണ്, സെക്കൻഡ് പാത്ത് എന്ന് പറയുന്നത് S0 to S1 ആണ്. അപ്പോൾ അതിലെ ചേഞ്ച് എന്ന് പറയുന്നത് അതിൻ്റെ ഔട്ട്പുട്ട് എന്താ? 1 ആണ്. എഗെയിൻ ഒരു ഔട്ട്പുട്ട് ചേഞ്ചാണ്. ഇവിടെയും ഒരു ഔട്ട്പുട്ട് ചേഞ്ചാണ്. ഇപ്പോൾ 2 വരും, ഇവിടെയും 2 വരും. ഓക്കെ, ഇനി മൂന്നാമത്തെ പാത്ത് നോക്കാം. ഇവിടുത്തെ ഇൻപുട്ട് 1 ആണ്. സോ 1 0 തമ്മിലുള്ള ചേഞ്ച് 1 ആണ്. അടുത്ത ഔട്ട്പുട്ട് എന്താ? 10 ആണ്. അടുത്ത ഔട്ട്പുട്ട് എന്താ? 10 ആണ്. ആക്ച്വലി നമ്മൾ റിസീവ് ചെയ്തിരിക്കുന്നത് 10 ആണ്. അപ്പോൾ ദർ ഈസ് നോ ചേഞ്ച്. അതുകൊണ്ട് ആകെ ഫസ്റ്റ് സെക്ഷനിലെ ചേഞ്ച് മാത്രമേ ഉള്ളൂ. സോ നമ്മുടെ നമ്പർ ഓഫ് ചേഞ്ചസ് എന്ന് പറയുന്നത് 1 ആണ്. ഇനി ലാസ്റ്റ് പാത്ത് എന്ന് പറയുന്നത് ഇവിടെ ഒരു 1 വന്നു. ദെൻ അടുത്ത പാത്ത് എന്ന് പറയുന്നത് S1 to S3 ആണ്. നമ്മുടെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 0-1 ആണ്. നമ്മൾ റിസീവ് ചെയ്തിരിക്കുന്നത് 10 ആണ്. സോ 2 ചേഞ്ച് വന്നു, മൊത്തം 3 ചേഞ്ച്. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഇരിക്കുന്നത് ഇവിടെ 2 ചേഞ്ച് വന്നു, ഇവിടെ 2 ചേഞ്ച്, ഇവിടെ 1 ചേഞ്ച്, ഇവിടെ 3 ചേഞ്ച്. ഓക്കെ, പിന്നെ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും നമ്മൾ മാർക്ക് ചെയ്തു. ഇനി നമ്മൾ അടുത്ത സ്റ്റേജിലോട്ട്, മൂന്നാമത്തെ സ്റ്റേജിലോട്ട് പോകും. ഓക്കെ, ജെ ഈക്വൽ ടു 3 പോകും. ഈ J 3 പോകുമ്പോൾ
ഇതിൻ്റെ എല്ലാം കോമ്പിനേഷൻ നമ്മൾ എഴുതണം. ഓക്കെ, അങ്ങനെ എഴുതുമ്പോൾ ഏറ്റവും ചേഞ്ച് കൂടുതൽ വരുന്ന പാത്തിനെ നമുക്ക് നെഗ്ലക്റ്റ് ചെയ്യാം. ഓക്കെ, നെഗ്ലക്റ്റ് ചെയ്യുന്ന പാത്തിനെയാണ് ഇവരിവിടെ ഇങ്ങനൊരു ബട്ടർഫ്ലൈ സിമ്പൽ പോലെ വെച്ച് വരച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പം നോക്കാം, ഈ 2 എന്നുള്ള പാത്തിൽ നിന്ന് 0 നമുക്ക് കിട്ടിയിരിക്കുന്നത് എന്താ, 1 ആണ്. ഓക്കെ, 2 എന്നുള്ള പാത്തിൽ 0 വന്നാൽ 0 ആയിരിക്കും ഔട്ട്പുട്ട്. ചേഞ്ച് 1 ഓൾറെഡി 2 ചേഞ്ച് കൂടെ ആയി, അതിൻ്റെ ഒപ്പം ഒരു ചേഞ്ച് കൂടെ ആകുമ്പോൾ എന്തായി, അത് 3 ആയി. ഓക്കെ, ഈ 3 ആയി എന്നുള്ളത് അവിടെ നിൽക്കണം, നമ്മൾ ആദ്യം കളയാൻ പാടില്ല. ആദ്യം ഇവർക്ക് ഓൾറെഡി അറിയാവുന്നതുകൊണ്ടാണ് ഒരു സിമ്പൽ ഇട്ടിരിക്കുന്നത്, നമുക്കറിയത്തില്ല. സോ 3 നമ്മൾ അവിടെ കീപ്പ് ചെയ്യും. അടുത്തത് വീണ്ടും ഓൾറെഡി ഇവിടെയുള്ള വാല്യൂ 2 ആണ്. ഈ 2ൽ നിന്ന് 1 വരുമ്പോൾ എങ്ങോട്ട് പോവും, S1 പോവും. അവിടുത്തെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 1 ആണ്. ഒരു ചേഞ്ച് വന്നു, സോ നമുക്ക് വാല്യൂ 3 വന്നു. ഓക്കെ, ഞാനിത് ഓരോന്നും പറയുന്നില്ല, സമയം അത്ര എടുക്കും, നിങ്ങൾ വർക്കൗട്ട് ചെയ്ത് നോക്കാം. ഇതിൽ ഓക്കെ, നമുക്ക് ഈ 2 എടുക്കാം. ഈ 2ൽ നിന്ന് ഓക്കെ, ആ 2ൽ നിന്ന് ആ 2ൽ നിന്ന് 1 വരുവാണെങ്കിൽ, അല്ല 0 വരുവാണെങ്കിൽ നമ്മുടെ ഔട്ട്പുട്ട് 10 ആണ്. സോ ദർ ഈസ് നോ ചേഞ്ച്. അതുകൊണ്ട് 2 ആയിട്ട് തന്നെ കീപ്പ് ചെയ്യും. ഓക്കെ, ചേഞ്ച് ഇല്ല. ഇനി 2ന് 1 വരുവാണെങ്കിൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 0 ആണ്. 2 ചേഞ്ച് വരും, സോ വാല്യൂ 4 ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഓൾറെഡി ഇവിടെ ഒരു 2 കിട്ടിയതുകൊണ്ട് 2 ആയിരിക്കും ഏറ്റവും കുറവ് വരാൻ ചാൻസ് ഉള്ളൊരു വാല്യൂ. അപ്പോൾ നമുക്കതുകൊണ്ട് ഈ 3നെ നെഗ്ലക്റ്റ് ചെയ്യാം, ഈ 3നെ നെഗ്ലക്റ്റ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ഈ 4നെ നെഗ്ലക്റ്റ് ചെയ്യാം, കാരണം 2 ഓൾറെഡി മിനിമം വന്നു. പിന്നെ നമുക്ക് 3യും 4നെ നമുക്ക് നെഗ്ലക്റ്റ് ചെയ്യാവുന്ന കാര്യമുള്ളൂ. ഓക്കെ, ഇനി 1ൻ്റെ കോമ്പിനേഷൻ എടുക്കാം. 1ൽ നിന്ന് 0 വരുമ്പോൾ നമുക്ക് 1 വരും. അപ്പോൾ ഒരു ചേഞ്ച് വന്നു, ഇവിടെ 2 വരും. അപ്പോൾ 2 നമുക്ക് എടുക്കാം, കാരണം ഓൾറെഡി മിനിമം 2 ആയതുകൊണ്ട് എടുക്കാം. ഓക്കെ, ഇനി 1ൽ നിന്ന് 1 വരുമ്പോൾ 0 ആയിരിക്കും ഔട്ട്പുട്ട്. അപ്പോൾ 2 പോവും, അല്ലേ, S1 പോവും. അപ്പോൾ ഒരു ചേഞ്ചാണ്, അപ്പോൾ 2 വരും. ഓക്കെ, അതുകൊണ്ട് ആ 2 എടുക്കാം. അപ്പോൾ നമ്മളിനി എടുക്കുന്ന 2 ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കിയെല്ലാം നെഗ്ലക്റ്റ് ആവും. നിങ്ങൾ നോക്കിയാൽ മതി, ബാക്കിയെല്ലാം നെഗ്ലക്റ്റ് ആവും. നമ്മളിപ്പോൾ എടുക്കുന്ന സാധനങ്ങൾ ഓക്കെ, ഈ ഒരു 2 എടുക്കും. സോറി, വേറെ കളറിൽ ഹൈലൈറ്റ് ചെയ്യാം. ഈ ഒരു 2 എടുക്കും, അല്ലേ, ഇവിടെ ഒരു 2 എടുക്കും, ഇവിടെ 2 എടുക്കും. ബാക്കി വാല്യൂസ് എല്ലാം 2നെ കാട്ടി ഹയർ ആണ്. അതുകൊണ്ട് എല്ലാം നമുക്ക് നെഗ്ലക്റ്റ് ചെയ്യാം കേട്ടോ. ഇത് നെഗ്ലക്റ്റ് ചെയ്യാം, ഇത് നെഗ്ലക്റ്റ് ചെയ്യാം, അതെല്ലാം പോയി. ഈ 3 2 ഉള്ളൂ. ഇനി നമ്മൾ ഈ 3 2ൻ്റെ പാത്ത് മാത്രം നോക്കിയാൽ മതി. അടുത്ത സ്റ്റേജിലെത്തുമ്പോൾ ഈ 3 2ൻ്റെ പാത്ത് എഗെയിൻ അവിടെ നമ്മൾ ഈ 3 പോയിൻറ്റിലുള്ള 0 വന്നാലും 1 വന്നെന്തായാലും എന്നുള്ള ലൈൻ വരയ്ക്കും. അപ്പോൾ ഇവിടെ നോക്കിയാൽ മതി, ഈ 2ന് നമ്മുടെ റിസീവ് ചെയ്ത ഇൻപുട്ട് 1 ആണ്. ഇവിടെ ഇതിന് 1 ആണ്, അതുകൊണ്ട് ഇതിൻ്റെ ചേഞ്ച് നോ ചേഞ്ച് ആണ്. ഓക്കെ, 2 തന്നെ വരും. ഇനി ഈ 2ന് ഓൾറെഡി നമുക്ക് ഇവിടെ ഒരു 3 വന്നു. സോ യു ക്യാൻ നെഗ്ലക്റ്റ്, ബിക്കോസ് ഇവിടെ 2 വന്നുകൊണ്ട് ഹയർ വാല്യൂ 3 നമുക്ക് നെഗ്ലക്റ്റ് ചെയ്യാം. ഇവിടുത്തെ ഈ 2 എന്ന് പറയുന്നത് ഇവിടെ ഒരു 4 വരും, അത് നെഗ്ലക്റ്റ് ചെയ്യാം. ഇവിടെ ഒരു 2 വരും, പക്ഷെ 2 വരും. അപ്പോൾ ഈ 2 2 മാത്രമേ എടുക്കൂ. ഈ 2ൻ്റെ ഒരു 0 വരുമ്പോഴുള്ള കോമ്പിനേഷനാണ് 4, അത് നമുക്ക് നെഗ്ലക്റ്റ് ചെയ്യാം. അപ്പോൾ ഈ 2 2 മാത്രമേ ഇവിടെ വരത്തുള്ളൂ. ഈ 2 2 ബാക്കിയെല്ലാം നമുക്ക് നെഗ്ലക്റ്റ് ചെയ്യും, വിട്ടേ. ഓക്കെ, ഇനി ഈ 2 2ന് നമ്മൾ വീണ്ടും വരയ്ക്കും. അങ്ങനെ വരയ്ക്കുമ്പോൾ ഇവിടെ മാത്രമേ നമുക്കൊരു 2 വരത്തുള്ളൂ. ബാക്കിയെല്ലാം 3 3 3 5 ഒക്കെയാണ്. അതെല്ലാം നെഗ്ലക്റ്റ് ചെയ്യാം, അതൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. ഇല്ല, ഈ 5 ഇല്ല കേട്ടോ, 5 സ്റ്റേജസാണ്. ഓക്കെ,
ഈ 2 മാത്രമേ ഉള്ളൂ. ഇനി നമുക്ക് ലാസ്റ്റ് വരുന്ന 2 സ്റ്റേജ് എപ്പോഴും നമുക്കറിയാം എന്തായിരിക്കുന്നു. ലാസ്റ്റ് വരുന്ന M സ്റ്റേജസ് എപ്പോഴും 0 0 ആയിരിക്കും നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇവിടുന്ന് 0 വന്നാൽ ഈ ഒരു പാത്തേ എടുക്കത്തുള്ളൂ, ഇവിടുന്ന് 0 വന്നാൽ ഈ ഒരു പാത്തേ എടുക്കത്തുള്ളൂ. അപ്പോൾ നമ്മൾ ഔട്ട്പുട്ട് എന്താ 0 1 1 1 ആയിരിക്കും. അപ്പോൾ അത് രണ്ടും കറക്റ്റാണ്. ഓക്കെ, ഇനി നോക്കിയാൽ മതി. നമ്മളിപ്പോൾ ഫോളോ ചെയ്തത് ഈ 2വിനെയാണ് അല്ലേ, ഈ 2വിനെയാണ്. ഈ 2വിൻ്റെ പാത്ത് നമ്മൾ തിരിച്ച് ട്രേസ് ചെയ്യുക. ഈ 2 ഇവിടെ എത്തി, ഈ 2വിലോട്ട് വന്നു. ഈ 2വിൽ നിന്നത് ഈ 2വിലോട്ട് പോയി. ഓക്കെ, ഇവിടെ നിന്ന് ഇവിടെ വന്നു, ഈ 1 0യിൽ വന്നു, ഇങ്ങനെ വന്നു. ഓക്കെ, അപ്പോൾ നമ്മുടെ പാത്ത് എന്ന് പറയുന്നത് ഈ ഒരു പാത്തായിരിക്കും. അപ്പോൾ ഇവിടെയുള്ള വാല്യൂസ് ഏതൊക്കെയാണ്? 1 1 1 0 1 1 1 1 0 1 then 0 1 1 1. ഓക്കെ, അപ്പോൾ അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. നോക്കിയാൽ മതി. 1 1 1 0 1 1 1 1 0 1 0 1 0 1. നമ്മൾ റിസീവ് ചെയ്തത് എന്തായിരുന്നു? 0 1 1 0 1 0 1 1 0 1 0 1 1 1. ഇതാണ് നമ്മൾ ആക്ച്വൽ റിസീവ് ചെയ്തത്. പക്ഷെ അതിൽ എറർ ഉണ്ടായിരുന്നു. അപ്പോൾ ആ എറർ നമ്മളിവിടെ കറക്റ്റ് ചെയ്തപ്പോൾ നമുക്ക് അറിയാം ഇവിടെ ഒരു എറർ ഉണ്ടായിരുന്നു അല്ലേ, ഇവിടെ എറർ ഉണ്ടായിരുന്നു, ഇവിടെ എറർ ഉണ്ടായിരുന്നു. അപ്പോൾ മൾട്ടിപ്പിൾ എറേഴ്സിനെ നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ മുമ്പ് പഠിച്ച കോഡുകളിലൊന്നും അത് പോസിബിൾ അല്ല. ഇവിടെ മൾട്ടിപ്പിൾ എറേഴ്സിനെ നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റി. അങ്ങനെയാണ് ഇത് എഴുതുന്നത്. അപ്പോൾ ഈ സാധനം വരണമെങ്കിൽ അതിൻ്റെ കറസ്പോണ്ടിങ് ഇൻപുട്ട് എന്തായിരിക്കണം? 1 0 0 1 ആയിരിക്കണം. അതായത് ഇവിടെ 1 1 വരണമെങ്കിൽ അവിടെ 1 ആയിരിക്കും കൊടുത്തിട്ടുണ്ടാവുക. ഇവിടെ 1 0 വരണമെങ്കിൽ അത് 0 ആണ് കൊടുത്തിട്ടുണ്ടാവുക. അങ്ങനെ നമ്മൾ എഴുതുമല്ലോ. അതാണ് ഈ കോമ്പിനേഷൻ എന്ന് പറയുന്നത്. അങ്ങനെ നമുക്ക് റിസീവ്ഡ് സിഗ്നലിൽ നിന്ന് നമ്മുടെ ട്രാൻസ്മിറ്റഡ് സീക്വൻസ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നതാണ് വിട്രിപ്പി അൽഗോരിതം. ഇത് ഞാൻ പറഞ്ഞുകൊണ്ട് ആദ്യം മനസ്സിലാവത്തില്ല, പക്ഷെ ഒന്നുകൂടെ നിങ്ങളൊന്ന് പ്രോസസ്സ് ചെയ്ത് നോക്കിയാൽ കിട്ടും. ഷുവർ ക്വസ്റ്റ്യൻ ആണ്. ഒരു എസ്എ ക്വസ്റ്റ്യൻ വിറ്റർബി ട്രെല്ലിസ് ടൈഗറോ വിറ്റർബി ഡീകോഡിങ്ങോ ആയിരിക്കും. അപ്പം അതുകൊണ്ട് വിറ്റർബി ഡീകോഡിങ് ആണെങ്കിൽ നമ്മളിതെല്ലാം ചെയ്യണം. ട്രെല്ലിസ് ആണെങ്കിലും വിറ്റർബി ചെയ്യേണ്ട, പക്ഷെ ബാക്കിയെല്ലാം ചെയ്യണം. ഓക്കെ, അപ്പോൾ എന്തായാലും അത് പഠിക്കുക, സ്കിപ്പ് ചെയ്യാതിരിക്കാൻ നോക്കുക. അറ്റ്ലീസ്റ്റ് ടൈഗർ എങ്കിലും ഏതെങ്കിലും രീതിയിൽ വരച്ച് വയ്ക്കാൻ നോക്കുക കേട്ടോ. ഓക്കെ, എന്തെങ്കിലും നോക്കി ഡൗട്ട് ഉണ്ടെങ്കിൽ പറഞ്ഞാൽ ഓൺലൈൻ ക്ലാസ്സോ എങ്ങനെ വേണമെങ്കിൽ എടുത്തു തരാം. നിങ്ങൾ പറഞ്ഞാൽ മതി. ഓക്കെ, താങ്ക് യു.